പാബ്ലോ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ഒരൊറ്റ കാര്യത്തെയായിരുന്നു, എക്സ്ട്രാഡിഷൻ. അതായത് മയക്കുമരുന്നിനെതിരായ യുദ്ധത്തിൽ തന്നെ പിടികൂടി അമേരിക്കയ്ക്ക് കൈമാറുമെന്ന ഭീഷണി. ഇതിന് മറുപടിയായി പാബ്ലോ പറഞ്ഞത് ചരിത്രപ്രസിദ്ധമായ ഒരു വാചകമാണ്: അമേരിക്കയിലെ ഒരു ജയിൽ മുറിയേക്കാൾ കൊളംബിയയിൽ ഒരു ശവക്കുഴി ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നിയമം നടപ്പിലാക്കാതിരിക്കാൻ പാബ്ലോ കൊളംബിയയെ രക്തക്കളമാക്കി. 1989 നടന്ന അവ്യാങ്ക വിമാന സ്ഫോടനം ഇതിന്റെ ഭാഗമായിരുന്നു. വർദ്ധിച്ചു വരുന്ന രക്തച്ചൊരിച്ചിലുകൾക്കിടയിൽ എസ്കോബറിനെ കണ്ടെത്താൻ വൻതോതിലുള്ള വേട്ടയാടൽ ആരംഭിച്ചു. ഒടുവിൽ ഗവൺമെന്റ് മുട്ടുമടക്കി. 1991 ജൂണിൽ കൊളംബിയൻ കോൺഗ്രസ് രാജ്യത്തിന്റെ പുതിയ ഭരണഘടനയിൽ കൈമാറ്റം, എക്സ്ട്രാഡിഷൻ നിരോധിക്കാൻ വോട്ട് ചെയ്തു. അന്ന് തന്നെ എസ്കോബർ കീഴടങ്ങുകയും ജയിലിലാവുകയും ചെയ്തു. എന്നാൽ അത് സാധാരണ ഒരു ജയിലായിരുന്നില്ല. ലാ കത്തീഡ്രൽ എന്നറിയപ്പെട്ട പാബ്ലോ തന്നെ പണികഴിപ്പിച്ച ആഡംബര ജയിൽ. പാബ്ലോയുടെ തടവ് അദ്ദേഹത്തിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങളെയും ജീവിതശൈലിയെയും ഒട്ടും ബാധിച്ചില്ല. ഒരു നൈറ്റ് ക്ലബ്, സൗന, വെള്ളച്ചാട്ടം, ഫുട്ബോൾ ഫീൽഡ് എന്നിവ മാത്രമല്ല, ബിസിനസ് നിയന്ത്രിക്കാൻ ടെലിഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഫാക്സ് മെഷീനുകൾ എന്നിവയും അവിടെ ഉണ്ടായിരുന്നു.